നമുക്ക് നല്ല നാടൻ പാവയ്ക്ക നമ്മുടെ തോട്ടത്തിലുണ്ടായതാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ജൈവ കൃഷിയാണിത്. ഈ 3 നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ അരിഞ്ഞെടുത്ത് ഇന്നൊരു പാവയ്ക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ശരി, നിൽക്ക്. ഈ അരിയാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പുപൊടി അങ്ങ് ഇടുവാണെങ്കിൽ നമ്മുടെ പാവയ്ക്കയ്ക്ക് കുറച്ച് കയ്പ്പ് കുറയും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാവയ്ക്ക അരിഞ്ഞെടുക്കാവേ. പാവയ്ക്ക നമുക്ക് ആ ഉപ്പ് ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. ഇതിനകത്ത് കിടക്കുന്ന ഉപ്പ് യോജിപ്പിച്ചേക്കാം. നമുക്കിതിനകത്തേക്ക് ഇത്ര സാധനം കൂടി നമുക്ക് അരിഞ്ഞിടണം. 2 സവോള, 1 കഷ്ണം ഇഞ്ചി, 3-4-5 പച്ചമുളക്, ഇതും കൂടി അരിഞ്ഞിടാം. ഓക്കെ, അപ്പം നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുത്തത്, ഇനി കുറച്ച് വേപ്പിലയും മതി. നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് പോവാം. ഓക്കെ, ഇപ്പം നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ബജി ഉണ്ടാക്കിയതിന് കുറച്ച് എണ്ണ അതിനകത്തുണ്ട് കേട്ടോ. അത് കളയണ്ട. അതിലേക്ക് ഞാൻ റൈസ് ബ്രാൻഡ് ഓയിലാണ് കേട്ടോ ഒഴിക്കണത്. ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 2-3 പപ്പടം കാച്ചിയെടുക്കാം. അതാണെങ്കിൽ പപ്പടം കാച്ചാനായിട്ട് വേറെ എണ്ണ എടുക്കണ്ടല്ലോ. കറി ഉണ്ടാക്കുന്ന അതിന് മുന്നേ പപ്പടം കാച്ചിയിട്ട് അതിലേക്ക് കറി ഉണ്ടാക്കുവാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടുമെന്നാണ് കാരണന്മാർ പറയണത്. നമുക്ക് എന്തായാലും അതുപോലെ ചെയ്ത് നോക്കാം. പപ്പടം വലിയ കുമളയാവാതിരിക്കാൻ പപ്പടത്തിൻ്റെ 4 കുത്തം കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുമളകളുണ്ടാവും. അല്ലെ പാത്രത്തിനകത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഞാനങ്ങനെ ചെയ്യാറ് കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്ന് പറയണേ. ഞാൻ ഈ പപ്പടം എണ്ണയിലേക്ക് അങ്ങ് ഇടുന്ന സമയത്ത് ഒരു 2 കുത്ത് ചിലതൊക്കെ എന്നാലും കുമളിച്ച് വരും. ഞാനിപ്പോൾ ഈ പപ്പടം കൂടെ കാച്ചി വെച്ചാൽ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിഞ്ഞല്ലോ എന്നുള്ള ഇതിലാണ് പപ്പടം ഇപ്പോൾ തന്നെ കാച്ചാമെന്ന് തീരുമാനിച്ചു കേട്ടോ. നമ്മുടെ പപ്പടം കാച്ചി കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിലേക്ക് കടുകിടാം കേട്ടോ. കടുകിട്ടു. കടുകൊന്ന് പൊട്ടട്ടെ. കുറച്ച് സവോള ഇട്ടിട്ടുണ്ട്. ഉള്ളിയല്ല ഞാൻ എടുത്തത്, സവോള ആയിട്ടോ എടുത്തത്. എളുപ്പത്തിൽ ഉള്ളി എടുക്കുക. കുറച്ച് വേപ്പില ഇടാം. ഈ പപ്പടം കാഴ്ച എണ്ണയ്ക്കകത്ത് ഈ ഏത് തോരനാണെങ്കിലും വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ കുറേ പേരൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക, ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം ചേർത്തിട്ടുള്ള സംഗതി അങ്ങോട്ട് ഇടാം. ഇപ്പോൾ അതിന് അരിയുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി തൂളിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഉപ്പ് വേണമെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും.
അപ്പം നമുക്ക് കുറച്ച് പൊടി കൂടി ഇടാം കേട്ടോ. ഒരു നുള്ളുപ്പ് പൊടിയും കൂടി നമുക്കിടാം. മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഉണ്ടായ പാവയ്ക്കാണ്. ജൈവ കൃഷിയിൽ ഉണ്ടായതാണ് കേട്ടോ. വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് കാരണം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം കേട്ടോ. തേങ്ങയും കൂടി കിടന്നൊന്ന് വെന്തോട്ടെ. ഒക്കെ ഒന്ന് മൂടി വെച്ചാലോ? ശരി, നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കറി നമ്മുടെ പാവയ്ക്കത്തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ പാവയ്ക്കത്തോരനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ പാവയ്ക്ക കൂട്ടാൻ്റെ കൂടെ 2 പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് അടിപൊളിയായിട്ട് ഉണ്ടാട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇതിട്ട് ഇളക്കി ഉണ്ടാക്കി. അതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, സവാള, പിന്നെ പാവയ്ക്ക, ഇത്ര സാധനങ്ങളുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് പാകത്തിന് ആക്കി നമ്മുടെ കറി ഈ അടുത്തേക്ക് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം കേട്ടാൽ നമുക്ക് ചോറുണ്ണാൻ തോന്നും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതാണ് നമ്മുടെ പാവയ്ക്കാത്തോരൻ. സൂപ്പർ തോരനാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നാടൻ പണ്ടത്തെ കാരണന്മാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉള്ളൊരു തോരനാണ് കേട്ടോ. ഇപ്പോഴത്തെ രീതിയിലുള്ള തോരനല്ല. ഇത് പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിരുന്ന തോരനാണ്. അത് കാരണം കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഈ ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാവയ്ക്കത്തോരനൊന്ന് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് എനിക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ, പപ്പടം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ കറിയൊന്നും വേണ്ട. എനിക്കെന്നല്ല, ഇത് കൂട്ടി നോക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ഉണ്ടാക്കണം. അടിപൊളിയാണ്, സൂപ്പറാണ്.